എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സൺഡേ എങ്ങനെ പോകുന്നു? ആർക്കൊക്കെ റീയൂണിയൻ ഉണ്ടായി? ആരൊക്കെ ഇന്ന് അവരുടെ പേഴ്സണെ കണ്ടു സംസാരിച്ചു എന്ന് പറയൂ കേട്ടോ. പിന്നെ വേറെന്താണ് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത്? റീയൂണിയൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ സംസാരം ഉണ്ടായിരിക്കും പക്ഷേ ഒരു പ്രോപ്പർ ആക്ഷൻ വരുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു ആക്ഷൻ വരാത്തത്? ഒബ്സ്റ്റിക്കിൾസ് എന്താണ് ബേസിക്കലി? പറയാതെ സൈലൻറ്റ് എന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചാലും അവർ കൃത്യമായിട്ടൊരു മറുപടി തരുന്നില്ല. അതൊക്കെ എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും എന്ന് നോക്കിയാലോ. ബേസിക്കലി ഒബ്സ്റ്റിക്കിൾസ് തന്നെയാണ്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. അതിന് മുന്നേ അറിയാമല്ലോ, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? എന്താണ് അവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റേക്കിൾസ്? എന്തുകൊണ്ടാണ് അവർ മുൻപിലേക്ക് വരാത്തത്? ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്തതിൻ്റെ കാരണം പറഞ്ഞു തരും. എന്ത് തടസ്സങ്ങളാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ലൈഫിൽ ഫേസ് ചെയ്യുന്നത്? എന്ത് തടസ്സങ്ങൾ കൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുകയോ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീസായി പോവുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് എടുക്കട്ടെ. ജഡ്ജ്മെൻറ്റ്, ഹൈ പ്രീസ്റ്റസ്, എംപ്രസ്, 8 of Wands, 6 of Swords, Moon, 10 of Cups, 5 of Swords, 3 of Wands, Lovers, 6 of Pentacles, Hierophant, bottom of the deck വന്നിട്ട് King of Cups. Clarify Empress. Clarify Empress. Clarify Empress. Where is Empress here? Ten of Pentacles. Clarify 6 of Swords. Clarify 6 of Swords. Clarify 6 of Swords. The Wheel. Lovers. Lovers. Seven of Wands. ഈ സിറ്റുവേഷനൊക്കെ എപ്പോഴാണ് മാറി വരിക എന്നുള്ളതാണ്. 5 of Swords. 5 of Swords. 5 of Swords. 9 of Pentacles. ഓക്കെ, ഇവിടെ ആദ്യമായിട്ട് പല പല സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, ഓരോരുത്തരുടെ എനർജീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് കാർഡ്സ് റെസനേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ഓക്കെ, ഏത് കാർഡാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക. ചിലർക്ക് മൾട്ടിപ്പിൾ കാർഡ്സ് റെസനേറ്റ് ആകും. ഓക്കെ, ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കോർട്ട് കേസ് ഇവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വിധിക്ക് വേണ്ടിയിട്ട്, അത് സെപ്പറേഷൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ട്, അതിൻ്റെ വിധിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിലൊരു തീരുമാനമാകാതെ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളോടുള്ള ഇഷ്ടക്കുറവല്ല കാര്യം. സെക്കൻഡ് സിനാറിയോ അതിനകത്ത് വരുന്നത്, നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച് അവർ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളൊരു മിസ്റ്റീരിയസ് പേഴ്സൺ ആണ് എന്ന് അവർക്ക് തോന്നുന്നു. ഓക്കെ,
എന്താ പറയുക, ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് അവരോട് വലിയ ഇഷ്ടമാണെന്ന്, ചിലപ്പോൾ തോന്നും ഇഷ്ടമല്ലേ എൻ്റെ തോന്നലാണോ എന്ന് തോന്നും. അവർക്ക് ഡൗട്ട്ഫുൾ ആവാണ് നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ. ഇത് ഇവർ എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ? എക്സ്പ്രസ് ചെയ്താൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ബേസിക്കലി. അപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ മിക്സ്ഡ് സിഗ്നൽസ് ആണ് ഇവർക്ക് കൊടുക്കുന്നതെങ്കിൽ ദയവായി ഒരു എന്താ പറയുക, ക്ലിയർ ആയിട്ടൊരു സിഗ്നൽ ഇവർക്ക് കൊടുക്കുക. കാരണം ഇവർ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ നിങ്ങൾക്ക് സത്യത്തിൽ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവർ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടൊരു ഐഡിയ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുക ഏതെങ്കിലും രീതിയിൽ. ഓക്കെ. രണ്ടാമത്, ഇവരുടെ വീട്ടിൽ എസ്പെഷ്യലി ഇവരുടെ മദറിൻ്റെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായിരിക്കും. അവിടെ ആ മദറിനെ എതിർത്ത് നിൽക്കാൻ മദർ, അപ്പോൾ അമ്മയെ എതിർത്ത് ഒന്നും ചെയ്യാൻ ഇവർ ചെയ്യില്ല. കാരണം അമ്മ ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അമ്മയുടെ സമ്മതം വേണം. അമ്മയുടെ സമ്മതത്തോടെ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. അമ്മ ഇന്ന് ഓക്കെ പറഞ്ഞാൽ അവർ ഇന്ന് മുന്നോട്ട് വരും. ഓക്കെ. ഫസ്റ്റ് സിനാറിയോയിൽ നിങ്ങൾ മിസ്റ്റീരിയസ് ആണെന്ന് അവർക്ക് തോന്നുന്നു. നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് അവർക്ക് പിടികിട്ടുന്നില്ല കേട്ടോ. പിന്നെ എംപ്രസ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ്, ആ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ടായിരിക്കും. അവർ പുറമേ നിന്ന് നോക്കുമ്പോൾ, കാരണം നിങ്ങൾ അത്രയും നല്ലൊരു വ്യക്തിയാണ്. ഓക്കെ. നിങ്ങൾക്ക് ഓൾറെഡി ഒരു കുടുംബം ഉണ്ടായിരിക്കും. കുടുംബം പറയുമ്പോൾ ഞാൻ പറയുന്നത് പല പല സിനാറിയോസ് കാണും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിരിക്കും, മക്കൾ കാണും. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡോ വൈഫോ മരിച്ചതോ സെപ്പറേറ്റഡ് ആയിട്ടുള്ളതോ ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരിക്കും. അതേപോലെ വേറെന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ കൂടെ കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ കാണാൻ ഭംഗിയുള്ള ഒരാളായിരിക്കണം. നിങ്ങളുടെ പെരുമാറ്റം ഭയങ്കര നല്ലതായിരിക്കും. പെട്ടെന്ന് എല്ലാവരെയും ആകർഷിക്കത്തക്ക ക്യാരക്ടറായിരിക്കും നിങ്ങളുടെ. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത്, നിങ്ങളാ ഫാമിലിക്ക്, ഇവർക്ക് നിങ്ങളോട് ഇത്രയും ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഫാമിലി നിങ്ങളെ ഏത് ലെവലിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഇവർ നുഴഞ്ഞു കയറുന്നത് ശരിയല്ല എന്നൊരു ആ ഒരു ജസ്റ്റിസ്, ആ സെൻസ് ഓഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, ഒരു ശരിയില്ലായ്മ എന്നുള്ള ചിന്ത, ആ ചിന്തയാണ് അവരെ തടുക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹാപ്പി ഫാമിലി ഉണ്ട്. അഥവാ നിങ്ങൾ സിംഗിൾ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ല ഞാൻ പറഞ്ഞല്ലോ സിനാറിയോസ്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഇടയിലേക്ക് ഇവർ കയറി അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഒന്ന് മടിച്ചു നിൽക്കുന്നതായിട്ട്. നിങ്ങളുടെ റിയാക്ഷൻ പറഞ്ഞാൽ ഫിയർ ഓഫ് റിജക്ഷൻ, അതൊരു റീസൺ ആണ്. നിങ്ങളുടെ അടുത്ത് അവരവരുടെ സ്നേഹം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയം അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, ഒന്ന് പറഞ്ഞ് നോക്കിയാലല്ലേ അറിയുള്ളൂ അല്ലേ? 8 of Wands ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ കേട്ടോ. ക്ലാരിഫൈ 8 of Wands, ക്ലാരിഫൈ 8 of Wands, ക്ലാരിഫൈ 8 of Wands, ക്ലാരിഫൈ 8 of Wands. സൺഡേ ദിവസം പുറത്ത് ശബ്ദങ്ങൾ കൂടുതലാണ്. അതിനുവേണ്ടി ഞാൻ ഉച്ച വരെ വെയിറ്റ് ചെയ്തിട്ട്, ഉച്ചയ്ക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ട് ഉച്ചയ്ക്കൊന്ന് ഉറങ്ങുമല്ലോ അവിടെ, എന്നിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ട്. പേജ് ഓഫ് കപ്സ്. പക്ഷെ ഈ പറഞ്ഞ എല്ലാവരും തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് അതിലും തമാശ. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ കാര്യം പറയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ബ്ലോക്കേജ് വരുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു പാറ്റേണിൽ സ്ഥിരമായിട്ട് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, വളരെ കാഷ്വലായിട്ട് സംസാരിക്കാറുണ്ട്, മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും, പരസ്പരം ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും. പക്ഷേ വേറൊരു കാര്യം കൂടി പറയട്ടെ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാരുമായിരിക്കാം. ഒന്നിൽ കൂടുതൽ റീഡിങ് നിങ്ങൾ ഡെയിലി കാണാറുണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ.
ഒന്നും രണ്ടോ ഒന്നും അല്ല, അതിൽ കൂടുതൽ റീഡിങ്സ് നിങ്ങൾ കാണാറുണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ലോക്കൽ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അത് എല്ലാം ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം. എനിക്ക് കൂടുതലായും നിങ്ങളുടെ പേഴ്സൺ ഒരു ടാരോ റീഡർ ആണെന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, റെഗുലർ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ പറഞ്ഞ തടസ്സങ്ങളെല്ലാം തന്നെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയാണ്, നിങ്ങൾ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയാണ്, അവരുടെ ഇഷ്ടം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയാണ്. ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്നുണ്ട് അവിടെ എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അടുത്തത്, ഇവര് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു സമയം മാറി വരട്ടെ, ഈ തടസ്സങ്ങൾ നീങ്ങി വരട്ടെ. ഒന്നാമത് ലോങ് ഡിസ്റ്റൻസും കാണുന്നുണ്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസും കാണുന്നുണ്ട്. ട്രാവൽ ചെയ്ത് വന്ന് വേണം ഇവർക്ക് നിങ്ങളെ കാണാൻ. ഓക്കെ, ഈ ലോങ് ഡിസ്റ്റൻസ്, ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഒരു സമയം വരട്ടെ, ഒരു സമയം വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ, നിങ്ങളെ ഒന്ന് പഠിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യാമെന്ന് അവർ കരുതുകയാണ്. നല്ല സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നാണ് ഇവർ കരുതുന്നത് കേട്ടോ. ഇത് മൂൺ വെച്ചിട്ട് വല്ലാതെ ഇൻസെക്യൂരിറ്റി, സങ്കടം എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻസെക്യൂരിറ്റി എന്തുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി അവിടെ ഉണ്ട്, അവർക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. ഓക്കെ എന്നിവർക്ക് തോന്നുന്നുണ്ട്. കാരണം തൊട്ടിപ്പുറത്ത് 10 of Cups ആണ്. അവർ നോക്കുമ്പോൾ നിങ്ങളുടെ ഇതൊരു ഹാപ്പി ഫാമിലിയാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നു. അതൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നു. നിങ്ങൾ ഇവരെക്കാൾ നിങ്ങളുടെ ഫാമിലിക്ക് പ്രിഫറൻസ് കൊടുക്കുമോ എന്നുള്ള ഭയം ഇവർക്ക് ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ നിങ്ങളുടെ എനർജി ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചില കാർഡ്സ് നിങ്ങൾക്കും റെസനേറ്റ് ആകും, വൈസ് വേഴ്സയും റെസനേറ്റ് ആകും കേട്ടോ. ചിലത് നിങ്ങളുടെ പേഴ്സണെ റിലേറ്റ് ചെയ്യുന്നതായിരിക്കും, ചിലർ നിങ്ങളെ റിലേറ്റ് ചെയ്യുന്നതുമായിരിക്കാം. അപ്പൊ എങ്ങനെയാണോ അത് റിലേറ്റ് ആകുന്നത് അതുപോലെ എടുത്തോളുക കേട്ടോ. അതേപോലെ നിങ്ങളുടെ കരിയർ, അതേപോലെ സെൽഫ് റെസ്പെക്റ്റ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അവർ സ്വന്തം സെൽഫ് ഇമേജ്, സോഷ്യൽ ഇമേജ്, സ്വന്തം കരിയർ, ഇവർ അറിയപ്പെടുന്ന ജോലിയിൽ ഉള്ള ആളായിരിക്കണം. അപ്പം ഇവർക്ക് അത് ഒരു മെയിൻ ഫാക്ടറാണ്, മനസ്സിലായില്ലേ? സോഷ്യൽ ഇമേജ് ഒന്നും വിട്ടുകളിക്കുന്ന കാര്യം ഇവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഓക്കെ, സൊസൈറ്റി നോംസ് പ്രകാരം ജീവിക്കണം, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ്. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, കരിയറിൽ ഒരുപാട് ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരിക്കും, വർക്കഹോളിക് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ അവർ അതിലേക്ക് ഫോക്കസ് ചെലുത്തുകയാണ്. ഇവരിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ സ്വയം ഓവർവർക്ക് ചെയ്തിട്ട് ജോലിയിലേക്ക് സ്വയം മുഴുകിയിട്ട് നിങ്ങളിൽ നിന്നും മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. കാരണം ഈ തടസ്സങ്ങളെല്ലാം അവർക്ക് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താ, തൽക്കാലം ഇതിൽ നിന്നെല്ലാം മനസ്സൊന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് 2 പേരും തന്നെ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തന്നെ മാരീഡ് ആയിരിക്കാം, അതായത് നിങ്ങൾ വേറെ വേറെ ആൾക്കാരുമായിട്ട് മാരീഡ് ആയിരിക്കാൻ സാധ്യത, സെപ്പറേറ്റ് സ്പൗസസ് ഉണ്ട് നിങ്ങൾക്ക് എന്നും കാണുന്നു. ലോങ് ഡിസ്റ്റൻസും കാണുന്നു കുറേ പേർക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിന് നേരെ മുഖം തിരിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ അവർ ഫേസ് ചെയ്യാന്ന് കേട്ടോ. തുറന്നു പറയാൻ വയ്യ, പക്ഷെ അവർക്ക് നിങ്ങളോടാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നാറുള്ളത്, ഒരുപാട് സ്നേഹം തോന്നാറുണ്ട്, പരസ്പര സ്നേഹമാണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടും ഉണ്ട്. ഓക്കെ, പക്ഷെ അത് കണ്ടിട്ടും കാണാത്ത പോലെ മുഖം തിരിച്ചിരിക്കുകയാണ് അവർ കേട്ടോ. വല്ലാത്ത ഒബ്സ്റ്റേക്കിൾ തന്നെ അല്ലേ. പലർക്കും ഫൈനാൻഷ്യൽ ഇഷ്യൂസും അവർ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നും കാണുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് ഇവരൊക്കെ ആഗ്രഹമുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം, ലൈഫ് ലോങ് കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം. ഇവരുടെ സ്നേഹം തുറന്നു പറയുന്നുണ്ടോ ഇല്ലയോ, ലൈഫ് ലോങ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം, കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം എന്ന് ഇവർക്ക്
തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ കൂടുതലായും മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഒബ്സ്റ്റേക്കിളാണ് അല്ലേ? അപ്പോൾ എത്ര ഒബ്സ്റ്റേക്കിൾ കണ്ടു നമ്മൾ? ഫാമിലി പ്രഷർ കണ്ടു, കേസിൻ്റെ പ്രഷർ കണ്ടു, ഫാമിലിയുടെ പ്രസൻസ് തന്നെ ഒരു പ്രോബ്ലമായിട്ട് കണ്ടു, സോഷ്യൽ ഇമേജ് ഒരു ഇഷ്യൂ ആയിട്ട് കണ്ടു, രണ്ട് സൈഡിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കണ്ടു. അതാത് സിനാറിയോ അതാത് ആൾക്കാർ എടുത്തോളുക കേട്ടോ. ഹെയർ ഓഫൻഡ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു ടീച്ചർ ആയിരിക്കാം. എഗെയിൻ അവിടെ ഒക്കൾട്ട് റിലേറ്റഡ്, സ്പിരിച്വാലിറ്റി റിലേറ്റഡ് കണക്ഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. അതേപോലെ ഒക്കൾട്ട് റിലേറ്റഡ് ന്യൂമറോളജി, ആസ്ട്രോളജി, ടാരോ റീഡിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഹൈലി എന്താ പറയുക, ഇൻറ്റ്യൂഷൻസ് നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ. മാരീഡ് ആണ് എന്ന് തന്നെ കാണുന്നു. അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത്. പറയണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ഇവിടെ ഈ കൺഫ്യൂഷൻ വരുന്നത്. അവർക്ക് പറയണോ വേണ്ടയോ. നിങ്ങളും മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണും മാരീഡ് ആയിരിക്കാം ഇവിടെ. അതുകൊണ്ട് അവർ എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഫാമിലീസ് കൂടെ ഉള്ളപ്പോൾ നമുക്ക് എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നത് കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട്, കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്താണ്? മനസ്സിൽ ഒരുപാട് സ്നേഹം വെച്ചിട്ട് അനങ്ങാതിരിക്കുക അല്ലേ? ഇങ്ങനെ ആ സ്നേഹത്തിന് നേരെ കണ്ണടച്ചിട്ട് ബലം പ്രയോഗിച്ച് മിണ്ടാതിരിക്കുക, ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാമേ. കുറച്ച് കാർഡ്സ് കൂടെ തരൂ ഡിവൈൻ, കുറച്ച് കാർഡ്സ് കൂടി തരൂ. കുറേയേറെ സിനാരിയോസ് നമുക്കിതിൽ കവറായി അല്ലേ? കിങ് ഓഫ് സോർട്സ്. ചിലർക്ക് അവരുടെ ഈഗോ പ്രശ്നം മൂലവും അവർ മിണ്ടാതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യം പറയട്ടെ എന്നുള്ള രീതിയിൽ അവരുടെ ഈഗോ, ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ആദ്യം ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ വഴക്കിട്ട് കാണും. ആ ഈഗോ പിന്നീടായിരിക്കും ഇവർക്ക് സ്നേഹം മനസ്സിൽ തോന്നിയത്. പക്ഷെ അത് തുറന്നു പറഞ്ഞാൽ ഇവർ താണു പോകുമോ എന്നുള്ളൊരു ഫീലിംഗ്, അങ്ങനെ ഒരു ഈഗോ പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കാം, അവരായിട്ട് ഇങ്ങോട്ട് ഒന്ന് പറയട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് അവർ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവരെക്കാളും ഫൈനാൻഷ്യലി ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരാളാണ്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ അവരെക്കാൾ സമ്പാദിക്കുന്നുണ്ട്, അവരെക്കാൾ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്നതാണ്. അപ്പം നിങ്ങളോട് എങ്ങനെ പറയും, പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുന്നതല്ല എങ്ങനെയായിരിക്കും അത് എടുക്കുക എന്നുള്ളൊരു ഭയം അവർക്കുള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളുക. എല്ലാ കാർഡും എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ക്വീൻ ഓഫ് വാൻസ്. എഗെയിൻ നിങ്ങൾ ഒരു പക്ഷേ ഇവരുടെ ബോസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പറയണോ വേണ്ടയോ, പറഞ്ഞാൽ അത് ശരിയാകുമോ എന്നൊരു ഭയം. ജോലിപരമായിട്ട് നിങ്ങൾ റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളൊരു ഭയം അതും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ദ വേൾഡ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം. ആ ലോങ് ഡിസ്റ്റൻസ് തരണം ചെയ്ത് വന്ന് വേണം ഇവർക്ക് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ. അപ്പോൾ അവർ ചിന്തിക്കുന്ന വരുന്ന സമയത്ത് പറയാം, ഇവിടെ നിന്ന് ഫോണിലൊന്നും വിളിച്ച് പറയണ്ട, നമുക്ക് വന്ന് കണ്ട് പറയാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 7 ഓഫ് കപ്സ് വെച്ചിട്ട് ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റായിക ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ കണ്ട തടസ്സങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അതെങ്ങനെയാണ് തരണം ചെയ്ത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയേണ്ടതെന്ന് ഇവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഇവർക്ക് ഉപദേശം കൊടുക്കാനും ആളില്ല. ഇതിൽ തമാശ എന്ന് വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന നിങ്ങളുടെ പേഴ്സൺ തന്നെ പലർക്കും ഉപദേശം കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ അവരുടെ സ്വന്തം കാര്യത്തിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത്. 2 ഓഫ് കപ്സ്. അവർ ചിന്തിക്കുന്നത് ഇനി കാണുമ്പോൾ, ഓക്കെ, അടുത്ത പ്രാവശ്യം കാണുമ്പോൾ സംസാരിക്കാം. ഓരോ പ്രാവശ്യം കാണുമ്പോഴും അങ്ങനെ മനസ്സിൽ വിചാരിക്കും, അടുത്ത പ്രാവശ്യം ഓപ്പർച്യൂണിറ്റി കിട്ടും, ഒരു സന്ദർഭം കിട്ടും, അപ്പോൾ സംസാരിക്കാം എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ സംസാരം നീട്ടി കൊണ്ടുപോവുകയാണ്. കാരണം തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുക്കാൻ നിങ്ങളുടെ പേഴ്സണ് സാധിക്കാത്തത് കൊണ്ട്
ആ ഒരു സംസാരം മുന്നോട്ട് നീട്ടി കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇനി വേണോ കാർഡ്സ്? 2 കാർഡ് കൂടെ എടുക്കാം. ഫോർ ഓഫ് പെൻറ്റക്കിൾസ് മനഃപൂർവ്വം തുറന്ന് പറയാതെ മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ നിങ്ങളെ പ്രതി ഭയങ്കര പൊസസീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേറെ ആരുടെയും കൂടെ പോകുന്നു, വേറെ ആരുടെയെങ്കിലും സംസാരിക്കുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ജലസായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷെ അത് നിങ്ങളുടെ സ്പൗസ് ആണെങ്കിൽ പോലും, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്പൗസിൻ്റെ കൂടെയാണ് പോകുന്നത്, അത് കണ്ടാൽ പോലും ഇവർക്ക് ഭയങ്കര ജലസായിട്ടും നെഞ്ചെരിയ പറയില്ലേ, അമാതിരി ഫീലിംഗ് വരും. ബിക്കോസ് ദേ പൊസസീവ് അബൌട്ട് യു കേട്ടോ. പക്ഷെ ആ ഫീലിംഗ് അടക്കി വെക്കുകയാണ്. കാരണം ഈ തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് ഇവർക്ക് തുറന്ന് പറയാൻ പറ്റുന്നില്ല. തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അടക്കി പിടിച്ചിരിക്കുകയാണ് എന്നാണ് കാണുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ജോലിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ജോലിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേയേറെ ഒബ്സ്റ്റക്കിൾസ് നമ്മൾ കണ്ടു അല്ലേ. ഓരോരുത്തർക്കും ഓരോ കാർഡ്സ് ആയിരിക്കും റെസനേറ്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനാറിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയോ അത് മാത്രം എടുക്കുക കേട്ടോ, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല, ഞാൻ വീണ്ടും പറയുകയാണ്. ഓക്കെ, അപ്പോൾ മതിയല്ലോ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് വേണോ? തുറന്ന് പറയാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് മെസ്സേജസ് വഴി നമുക്കറിഞ്ഞാലോ അല്ലേ. ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ്. ഞാൻ എൻ്റെ ബൗള് പൊട്ടിപ്പോയി, അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ബാഗിനകത്ത് ഇട്ട് വെച്ചിരിക്കുക. ഞാൻ ഇവിടെ നിന്ന് തന്നെ മിക്സ് ചെയ്തിട്ട്, ആക്ച്വലി മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട് ബാഗിൻ്റെ അകത്തുനിന്ന്. മിക്സ് ചെയ്തിട്ട് കുറച്ച് കാർഡ്സ് എടുത്തിട്ട് വായിച്ചു തരാം. ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് സമയം കൂടുതൽ കിട്ടും. പോരെ, നല്ല മെസ്സേജസ് കൊടുക്കൂടി വാൻ പ്ലീസ്. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ? നിങ്ങൾ ഹാപ്പി ആണോ അവരില്ലാതെ എന്ന്? ഒരിക്കലും അല്ല അല്ലേ. മാരി മീ, അവരെ കിട്ടാമോ എന്ന് ചോദിക്കുകയാണ്. യു ആർ സോ സ്പെഷ്യൽ. ഓ, നിങ്ങൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നു. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ, മാനസികമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്ത്. ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ. നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ, ഇത് എപ്പോഴും പറയുന്നതാണ് അല്ലേ. മാരി മീ, ഓക്കെ. പ്രപ്പോസ് ചെയ്യൂ, അവർ കല്യാണം കഴിക്കും അല്ലേ. മെസ്സേജ് മീ, കോൾ മീ, ഇത് നിങ്ങൾക്കും ആവാമല്ലോ. നിങ്ങൾക്കും മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം. യു ആർ ഡ്രൈവിങ് മീ ക്രേസി, നിങ്ങൾ അവരെ വട്ടുപിടിപ്പിക്കുന്നു. എന്താ കാര്യം എന്നറിയോ? നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് നിങ്ങൾ മിസ്റ്റീരിയസ് ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയാൻ വയ്യാതെ ഇവരാകെ കൺഫ്യൂസ്ഡ് ആണ്. അതാണ് അവർക്ക് വട്ടാവുന്നത് കേട്ടോ. 2 souls 1 heart with you, I choose love every single day. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. യുവർ ഹാൻഡ്സ് ആർ ബ്യൂട്ടിഫുൾ, നിങ്ങളുടെ കൈകൾ അവർക്ക് ഇഷ്ടമാണ്, സുന്ദരമാണെന്ന് പറയുകയാണ്. ഐ കെയർ അബൌട്ട് യു, നിങ്ങളെപ്പറ്റി അവർ കെയർ ചെയ്യുന്നുണ്ട് അല്ലേ. നേരിട്ട് പറയൂ അല്ലേ. നമ്പേഴ്സ് 4, 22, 13, 31. സാജിറ്റേറിയസ്, ധനുരാശി. ടോറസ്, ഇടവരാശി. ഫോളിങ് ഫോർ യു, റിന്യൂ ലവ് ഒക്കെയാണ് അത്. നമ്പർ 6, 15, 24. ഐ നോ ഐ സ്പോയിൽഡ് എവറിത്തിങ്, അവരുടെ മിസ്റ്റേക്കാണ് എന്ന് പറയുന്നു. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ, അവരെ വിട്ടുകളയരുത് എന്ന്. കാപ്രിക്കോൺ, മകരരാശി. ഐ ആം ജെലസ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ സംസാരിക്കുന്നോ ഒക്കെ കണ്ടാൽ പോലും അവർക്ക് സഹിക്കില്ല. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി. നമുക്ക് റീഡിങ് മൊത്തം അതായിരുന്നല്ലോ. ഐ റിഗ്രറ്റ് മൈ ആക്ഷൻസ്,
അവരുടെ ആക്ഷൻസിൽ അവർക്ക് വിഷമമുണ്ട്. യു ഇല്ലുമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്. അത് സ്റ്റാർ കാർഡിൻ്റെ ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾ അവരുടെ ലക്കി ചാമാണെന്ന് അവർ പറയുകയാണ്. ക്യാൻ വി ടോക്ക്? ഓഫ് കോഴ്സ് അല്ലേ, ഓഫ് കോഴ്സ് യു ക്യാൻ ടോക്ക്. കമ്മിറ്റ്മെൻറ്റ്, അവർക്ക് കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കമ്മിറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. യു ആർ സോ മിസ്റ്റീരിയസ്. ഞാൻ എന്താ പറഞ്ഞേ, റീഡിങ്ങിൽ വന്നിരുന്നില്ലേ, നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച് അവർക്ക് കൺഫ്യൂഷനാണ്. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ അവർക്ക് മറക്കാനേ സാധിക്കില്ല. ഡു യു ലവ് മീ? നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണോ? സഡൻ കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യു ആർ എൻ ഏഞ്ചൽ, നിങ്ങളൊരു മാലാഖയാണ്. ഐ കാൺ സ്ലീപ്പ് അറ്റ് നൈറ്റ്, ഓവർ തിങ്കിങ്. നിങ്ങളുടെ പേഴ്സൺ ഓവർ തിങ്കിങ് കാരണം രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഞാൻ പറഞ്ഞില്ലേ, സമയം മാറി വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ടതെന്ന്. ഐ എം ഹൈഡിങ് മൈ റിയൽ ഇമോഷൻസ് പറഞ്ഞില്ലേ. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്. നിങ്ങളെ ഇറുകെ കെട്ടിപ്പിടിച്ചാൽ കൊള്ളാവുന്നുണ്ട് അവർക്ക്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. നിങ്ങൾ അവരുടെ അടുത്തുള്ളതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്. അവരോട് ദേഷ്യപ്പെടല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. വെൻ യു വാക്ക്ഡ് അവേ യു ലെഫ്റ്റ് മീ വിത്ത് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലേ. വാക്ക് അവേ ചെയ്യുന്നുണ്ട്, അവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ച് വിളിച്ച് ചോദിക്കുക ക്വസ്റ്റ്യൻസ് അല്ലേ. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. രണ്ടാമത് ഐ മിസ് യു. ഓക്കെ, മൈ വ്യൂവേഴ്സ് മിസ് യു മോർ, റൈറ്റ്. ഐ ഹാവ് ലോസ്റ്റ് മൈ പീസ് ഓഫ് മൈൻഡ്. അവരുടെ മനസ്സമാധാനമേ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ലിബ്ര, തുലാരാശി. ഐ ഫോർഗെറ്റ് മൈസെൽഫ് വെൻ ഐ ലുക്ക് ഇൻ ടു യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി നിൽക്കുമ്പോൾ അവർ സ്വയം മറന്നു പോകും. അതുകൊണ്ടായിരിക്കും ഈ സംസാരം സ്റ്റക്കായി പോകുന്നത് അല്ലേ. നിങ്ങൾ പോയി എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ഇവർ സ്റ്റക്കായി പോകുന്നത് നിങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ ഇവർ ലോസ്റ്റായി പോകുന്നു എന്ന് പറയുകയാണ്. യു ആർ മൈ ലക്കി ചാം, സ്റ്റാർ കാർഡാണ് കേട്ടോ. സ്റ്റാറിൻ്റെ എനർജിയാണ്. യു ആർ മൈ സ്റ്റാർ. ഓ ഓക്കെ, ലാസ്റ്റ് കാർഡ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു അപ്രോച്ച് യു. ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത് മതി അല്ലേ. ഇഷ്ടംപോലെ മെസ്സേജസ് കിട്ടിയില്ലേ. ഓക്കെ, ഈവൺ ഈ മെസ്സേജസിൽ പോലെ ഐ ലവ് യു പറഞ്ഞില്ല എന്നുള്ളതാണ്. മിസ് യു, യു ആർ ലൈക്ക് മൈ ലക്കി ചാം, എന്താ പറയുക, റൈറ്റ് പേഴ്സൺ, വെയിറ്റിംഗ് ഫോർ റൈറ്റ് ടൈം എന്നൊക്കെ പറയുന്നുണ്ട്. സമയമാകുമ്പോൾ ഐ ലവ് യുവും പറയും കേട്ടോ. കാരണം ഇത് വാ തുറക്കാത്ത മനുഷ്യരുടെ റീഡിംഗ് ആയിരുന്നു. ഒബ്സ്റ്റക്കിൾസ് അല്ലേ നമ്മൾ നോക്കിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിൽ ഓരോരോ സിനാറിയോ ആണ്. നമുക്ക് ഇപ്പോൾ സമയം കൊടുക്കുക. അവർ റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നല്ലേ പറയുന്നത്. വിൽ ഗിവ് ദം ടൈം അല്ലേ. മാനിഫെസ്റ്റ് ചെയ്യുക, എല്ലാം നല്ലതായിട്ട് വരും കേട്ടോ. അതേപോലെ വേറെ എന്താണ്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ വീഡിയോയ്ക്ക്. അതേപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.